നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്ത് റൂണി നെയ്മറുടെ 7 അയലത്തെത്തുമ്പോൾ നെയ്മർ ആരാധകരാകെ കലിപ്പിലാണ്. റൂണിക്ക് പൊങ്കാലയിടുന്ന തിരക്കിലാണിപ്പോൾ. എക്സിലൊക്കെ നിരവധി പോസ്റ്റുകൾ റൂണിയെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. നെയ്മറുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. നെയ്മറെ പോലൊരാൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രത്തിലില്ല, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ഈ റൂണി ഒന്നും ആവുമായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപകമായിട്ട് റൂണിക്കെതിരെ പോസ്റ്റുകൾ വരികയാണ്. സംഭവിച്ചത് റൂണി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്, നെയ്മറെ ടോപ്പ് പ്ലെയറായി കാണുന്നില്ലെന്ന്. എന്താണ് റൂണി പറഞ്ഞത്, എന്താണ് ഇപ്പോൾ പ്രതികരണങ്ങൾ നോക്കാം. നെയ്മറും റൂണിയും തമ്മിലുള്ള ഒരു കമ്പാരിസണാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇത്തരത്തിലുള്ള പോസ്റ്റുകളാണ് നിരവധിയായിട്ട് വരുന്നത്. ദർ ഈസ് ഇൻ എ വേൾഡ് വെയർ വെയിൻ റൂണി കം ക്ലോസർ ടു ജീനിയസ് ലൈക്ക് നെയ്മർ എന്ന് പറഞ്ഞുകൊണ്ട് നെയ്മറെ പോലെയുള്ള ഒരു ഇതിഹാസത്തിൻ്റെ തൊട്ടരികിൽ പോലും എത്തില്ല റോണി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ്. അതിലുള്ള കമ്പാരിസൺ നോക്കുകയാണ്. ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ കാര്യം എടുക്കാം. റൂണിക്ക് വേൾഡ് കപ്പില്ല, നെയ്മർക്ക് വേൾഡ് കപ്പില്ല. വേൾഡ് കപ്പ് ഗെയിമുകളിൽ നെയ്മർ 13 വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചതിൽ 11 ഗോൾ കോൺട്രിബ്യൂഷൻസ്. റൂണിയോ 11 വേൾഡ് കപ്പ് മത്സരങ്ങൾ കളിച്ചതിൽ നിന്ന് 2 ഗോൾ കോൺട്രിബ്യൂഷൻസ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് എടുക്കാം. 81 ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ. നെയ്മർ ജൂനിയർ 73 ഗോൾ കോൺട്രിബ്യൂഷൻസ്. റൂണിയോ 85 യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ, വെറും 51 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഇനി ഓവറോൾ ഗെയിം എടുത്താൽ അപ്പോൾ പറയും നിങ്ങൾ അത് കുറേ ബ്രസീലിയൻ ലീഗിലെ കളികളൊക്കെ അല്ലേ റൂണി കളിച്ചത്, യൂറോപ്പിലല്ലേ അധികം കളിച്ചത്, യുണൈറ്റഡിലും എവേർട്ടിലും ഒക്കെ അല്ലേ എന്നൊക്കെ പറയും. റൂണി MLS പോയിട്ടുണ്ട്. അതല്ല, പ്രധാനമായിട്ട് അങ്ങനെയല്ലേ ചോദിക്കും. അതിനാണ് ഞാൻ ആദ്യം വേൾഡ് കപ്പിലെ കണക്കും ചാമ്പ്യൻസ് ലീഗിലെ കണക്കും പറഞ്ഞത്. വേറെ കണക്കിന് പിന്നെ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ടല്ലോ. എന്നാലും നെയ്മർ 752 കളികളിൽ നിന്ന് 453 ഗോളുകളും 260 അസിസ്റ്റുകളുമായിട്ട് 713 ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടുമ്പോൾ വെയിൻ റൂണി 884 കളികളിൽ നിന്ന് 366 ഗോളുകളും 189 അസിസ്റ്റുകളുമായിട്ട് 555 ഗോൾ കോൺട്രിബ്യൂഷൻസേ ഉള്ളൂ. റൂണിയുടെ കരിയറിലാകെ 16 കിരീടങ്ങളാണെങ്കിൽ നെയ്മറുടെ കരിയറിലാകെ 30 കിരീടങ്ങളുമുണ്ട്. അപ്പോൾ നെയ്മറുടെ 7 അയലത്ത് റൂണി എത്തുന്നില്ല എന്നുള്ള കൃത്യമായ വ്യക്തമായ കണക്കാണ്. ഇതിന് മറ്റൊരു പ്രതികരണം എങ്ങനെയാണ്, ഇഫ് നെയ്മർ വാസ് ഇംഗ്ലീഷ് ഹി വുഡ് ബി ബൈ ഫാർ ദെയർ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഓഫ് ഓൾ ടൈം. അവർക്ക് അദ്ദേഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ടീമിനെ അവർ ബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു. ഇംഗ്ലണ്ട് ഒരിക്കൽ പോലും നെയ്മറുടെ എബിലിറ്റിയുള്ള ഒരു നേച്ചുറൽ ടാലൻറ്റ് പ്ലെയറെ കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒരു പ്ലെയർ അവർക്കുണ്ടായിട്ടില്ല എന്നാണ് പ്രതികരണം. ഇത് നിരവധിയായിട്ട് ഇത്തരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് 2 പോസ്റ്റിൽ പറഞ്ഞു എന്നുള്ളത്. എന്താണ് ഇപ്പോൾ റൂണി പറഞ്ഞത്, എന്താണ് ഇപ്പോൾ സംഭവിച്ചത്? ഇത് ഒരു ദി ഓവർലാപ്പ് പോഡ്കാസ്റ്റിൽ സംസാരിച്ചതാണ്. കുറേ മുൻ താരങ്ങൾ ഓക്കെ, അതായത് റോയ് കീന്, വെയിൻ റൂണി, ഗാരി നെവില്, ഇയാൻ റൈറ്റ്, ഇവരെല്ലാം കൂടി നെയ്മറെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിൽ പറയുകയാണ്, റോയ് കീൻ പറഞ്ഞു വെയിൻ റൂണി, തിയറി ഹെൻറി, ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ 3 പേര് നെയ്മറേക്കാൾ എത്രയോ ബെറ്ററാണ് റോയ്ക്കിൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇയാൻ റൈറ്റ് പറയുകയാണ് അവർ മാത്രമല്ല ഹസാർഡ് പോലും, എതിൻ്റെ ഹസാർഡ് പോലും നെയ്മറേക്കാൾ വളരെ ബെറ്ററാണ്. അപ്പോൾ വെയിൻ റൂണി പറയുകയാണ് എനിക്ക് നെയ്മർ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ ഒരിക്കലും നെയ്മർ ഒരു ടോപ്പ് പ്ലെയറായിട്ട് കാണുന്നില്ല. മെസ്സിയുടെയോ ക്രിസ്ത്യാനോയുടെയോ ലെവലിലുള്ള കളിക്കാരനല്ല നെയ്മർ എന്നാണ് റൂണി പറഞ്ഞത്. ഇതാണ് ഇപ്പം റൂണിക്കെതിരെ വലിയ രൂപത്തിലുള്ള വിവാദമായിട്ട് വരുന്നത്. അതായത് നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ ആയിട്ട് കാണുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൻ റൈറ്റ് പറയുന്നു എങ്ങനെ നെയ്മർക്ക് അവരുടെ ലെവലിൽ എത്താൻ പറ്റും, പക്ഷേ അങ്ങനെ എത്താൻ പറ്റുമായിരുന്നു, എന്നാൽ നെയ്മർ അതനുസരിച്ചല്ല അയാളുടെ കരിയർ മാനേജ് ചെയ്തത്. അപ്പോൾ ഗാരി നെവിൽ പറയാണ്, ഞാൻ നെയ്മറും മെസ്സിയും സുവാരസും ഉള്ള ബാഴ്സലോണ ടീമിനെ ഫേസ് ചെയ്തിട്ടുണ്ട്. വലൻസിയയിൽ ഞാൻ മാനേജറായ സമയത്ത് അവർ 7-0 ഞങ്ങളെ പരാജയപ്പെടുത്തി. അതൊരു റെഡിക്കുലസ് മാച്ചായിരുന്നു. നെയ്മർ വാസ് അൺബിലീവബിൾ. അപ്പോൾ നെയ്മർ വേൾഡ് കപ്പ് നേടാത്തത് കൊണ്ടാണോ ഇങ്ങനെ നെയ്മർ ഒന്നുമല്ല എന്ന് പറയുന്നത് ഗാരി നെവിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ റോയ്ക്കും പറയാണ് വേൾഡ് കപ്പ് മാത്രമൊന്നുമല്ല, നെയ്മർ എപ്പോഴെങ്കിലും അഡ്മിറബിൾ ആയിട്ടുണ്ടോ? ബാഴ്സലോണ വിട്ട രീതി നിങ്ങൾ കണ്ടിട്ടില്ലേ? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു ഇമ്പ്രഷൻ എന്ന് പറഞ്ഞാൽ മണി അതിനു വേണ്ടി നിൽക്കുന്ന ആളാണ് നെയ്മർ എന്നാണ്. ഒരിക്കലും PSG ഒരു ടീം പ്ലെയർ ആയിരുന്നില്ല നെയ്മർ ജൂനിയർ. ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റായിട്ട് എടുക്കണ്ട, ശരിയായ രൂപത്തിൽ സെൽഫിഷ് ആകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നെയ്മർ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സ്വഭാവമുള്ള ആളായിരുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ തെറ്റുണ്ടോ എന്നാണ് റോയിക്കിൻ്റെ ചോദ്യം. അപ്പോൾ സ്കോട്ട് ഹോസ്റ്റായിട്ടുള്ള ആൾ പറയുകയാണ്, സാദിയോ മാനയുടെ കാര്യം നോക്കുക. സാദിയോ മാന ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ലിവർപൂൾ ചെയ്ത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മാനയേക്കാൾ മോശമാണ് നെയ്മർ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇയാൻ റൈറ്റ് പറയുന്നത് സല എന്തായാലും നെയ്മറേക്കാൾ ബെറ്റർ ആയിരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ റോയ്ക്കും പറയുകയാണ് നെയ്മർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ക്വാളിറ്റി ഉണ്ട്, പക്ഷേ
അത് എപ്പോഴെങ്കിലും വേണ്ട വിധത്തിൽ അയാൾ ഉപയോഗിച്ചിട്ടുണ്ടോ, എപ്പോഴും അത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഇയാൻ റൈറ്റ് പറയുന്നു അതാണ് പ്രോബ്ലം. അതാണ് ബിഗ് പ്ലെയേഴ്സിന് വേണ്ട ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ കൺസിസ്റ്റൻ്റ്ലി പെർഫോം ചെയ്യുക പ്രഷറിൽ, അത് നെയ്മർക്ക് പറ്റുന്നില്ല. അപ്പോൾ നെയ്മർ ഒരു ടോപ്പ് പ്ലെയർ അല്ല എന്ന് അയാൾ കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഈ ചർച്ചയാണിപ്പോൾ വലിയ രൂപത്തിൽ വിവാദമായി മാറിയിട്ടുള്ളത്. നെയ്മർ ആരാധകർ പോയി റൂണിക്ക് പൊങ്കാലിടാനുള്ള കാരണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.